ലൈംഗിക പീഡനം തടയാൻ 54-കാരന്റെ ജനനേന്ദ്രിയം യുവതി മുറിച്ചു. സാരമായി പരിക്കേറ്റ കൊല്ലം സ്വദേശി ഹരിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പന്മന ആശ്രമത്തിലെ അന്തേവാസിയായ ഹരി ഗണേശാനന്ദ തീർത്ഥപാദസ്വാമി എന്നാണ് അറിയപ്പെടുന്നത്. യുവതിയുടെ വീട്ടിൽ പൂജകൾക്ക് എത്താറുള്ള ഹരി 17 വയസ്സ് മുതൽ പീഡിപ്പിച്ചിരുന്നുവെന്നാണ് യുവതിയുടെ മൊഴി. ഹരിക്കെതിരെ പോക്സോ നിയമപ്രകാരം തിരുവനന്തപുരം പേട്ട പോലീസ് കേസെടുത്തു. വിശദാംശങ്ങൾ ജസ്റ്റിന തോമസ് നൽകും. ജസ്റ്റിന, എത്ര കാലമായി ഈ പീഡനം തുടരുന്നു? ഏത് ഘട്ടത്തിലാണ് യുവതി ഇത്തരമൊരു നടപടിയിലേക്ക് കടന്നത്? വീണ, വളരെ ചെറുപ്പത്തിൽ മുതൽ തന്നെ ഈ ശ്രീഹരി എന്ന് വിളിക്കുന്ന ഇയാൾ ഈ പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നുള്ളതാണ് പെൺകുട്ടി പേട്ട പോലീസിൽ നൽകിയിരിക്കുന്ന മൊഴി. +1 പഠിക്കുമ്പോൾ മുതൽ തന്നെ ലൈംഗിക പീഡനത്തിനും ശ്രമിച്ചതായി പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. പെൺകുട്ടിക്ക് ഇപ്പോൾ 23 വയസ്സുണ്ട്. ഇന്നലെയും ഇയാൾ പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ച് ഇന്നലെ രാത്രിയാണ് സംഭവം. ഇന്നലെയും ശ്രീഹരി എത്തുമെന്നറിഞ്ഞ് ഈ പെൺകുട്ടി കത്തി കരുതി കാത്തിരിക്കുകയായിരുന്നു എന്നാണ് മൊഴിയിൽ നിന്ന് പോലീസ് മനസ്സിലാക്കിയിരിക്കുന്നത്. തുടർന്ന് ഇയാൾ എത്തിയപ്പോൾ ഈ പെൺകുട്ടി ജനനേന്ദ്രിയം ലൈംഗിക അതിക്രമത്തിന് മുതിർന്നപ്പോൾ ജനനേന്ദ്രിയം മുറിച്ചു മാറ്റുകയായിരുന്നു. ഇയാളെ ശ്രീഹരി എന്ന് വിളിക്കുന്ന കൊല്ലം പത്മന ആശ്രമത്തിലെ ഗണേശാനന്ദ തീർത്ഥപാദസ്വാമി എന്നാണ് ഇയാളുടെ യഥാർത്ഥ പേര്. കൊല്ലം പത്മന ആശ്രമത്തിലെ അന്തേവാസിയാണ് ഇയാളെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ, അതായത് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഈ പെൺകുട്ടിക്കെതിരെ ലൈംഗിക അതിക്രമം നടന്നതിനാൽ തന്നെ ഏത് വകുപ്പനുസരിച്ച് കേസെടുക്കണം എന്നത് സംബന്ധിച്ച് പോലീസിന് ചെറിയ തോതിലൊരു ആശയക്കുഴപ്പമുണ്ട്. ഏതായാലും ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതിൽ പോക്സോ നിയമപ്രകാരം വേണോ കേസെടുക്കാൻ എന്നുള്ള കാര്യം അല്പസമയത്തിനകം തന്നെ പോലീസ് തീരുമാനിക്കും. ഏതായാലും ഈ പെൺകുട്ടിയുടെ മൊഴി പോലീസുകാർ ഇപ്പോൾ രേഖപ്പെടുത്തുകയാണ്. ജസ്റ്റിൻ, അതേസമയം വളരെ ചെറുപ്പത്തിലെ തുടർന്ന ഈ ഒരു പീഡനം ഇക്കാര്യത്തിൽ വീട്ടുകാർക്ക് പ്രത്യേകിച്ച് അറിവുണ്ടായിരുന്നില്ലേ? വീട്ടുകാർ ഇക്കാര്യത്തിൽ എങ്ങനെയാണ് പ്രതികരിച്ചത്? വീണ, ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. വർഷങ്ങളായി ഈ പെൺകുട്ടിയുടെ വീട്ടിൽ പൂജകൾക്കും മറ്റുമായി സ്വാമി എത്താറുണ്ടായിരുന്നു എന്നുള്ളതാണ് പെൺകുട്ടി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. വളരെ കാലമായി തന്നെ, അങ്ങനെയാണെങ്കിൽ വളരെ കാലമായി തന്നെ ലൈംഗിക ചൂഷണത്തിന് പെൺകുട്ടി വിധേയായിരുന്നു എന്നും ഈ പെൺകുട്ടിയുടെ മൊഴിയിൽ നിന്ന് തന്നെ പോലീസുകാർക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നും മറ്റും ഔദ്യോഗികമായി ലഭിക്കും എന്നാണ് കരുതുന്നത്. ഏതായാലും വളരെ വർഷങ്ങളായി തന്നെ ഈ പെൺകുട്ടി പീഡനത്തിന് ഇരയായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്.